ഹിമാലയ പർവ്വത പ്രദേശത്തെ മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിൻ്റെ ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയെയും വളർത്തുന്നുണ്ട്. ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിലെ യാക്ക്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. ആരാണ് ഗുജ്ജർ? പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം, അവരാണ് ഗുജ്ജർ എന്ന് അറിയപ്പെടുന്നത്. ഹിമാലയ പർവ്വത ഭാഗത്തിലെ ടൂറിസം. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസ വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ് സരോവർ, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെ ടൂറിസത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേറ്റ്, മുസ്സോറി, നൈനിതാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇനി 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ശേഷം ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചു. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.